കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ഫ്ലഡ് ലൈറ്റ് അക്കാഡമി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ ബാക്കിൽ പൂത്തോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് തുടങ്ങിയിട്ടുണ്ട്. ലൂംസ് ക്രിക്കറ്റ് അക്കാഡമിയാണ്. ഞങ്ങൾ 4 ചെറുപ്പക്കാർ കൂടിയിട്ടാണ് തുടങ്ങിയത്. അന്ന് ഇത് തുടങ്ങുവാൻ ഉണ്ടായ സാഹചര്യത്തിൽ ഒരു 3-4 കൊല്ലം ഞങ്ങൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച് ഇത് തുടങ്ങുവാൻ വേണ്ടി പലരെയും സമീപിക്കുകയും പലരുടെ ഉപദേശങ്ങൾ തേടുകയും ചെയ്തപ്പോൾ ഒരു 90% ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് നടക്കില്ല എന്നാണ്. യുവാക്കളുടെ പരിപാടിയാണ്, സഹകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പല ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ ചില 10% ആൾക്കാർ, ഞങ്ങൾ സ്നേഹിച്ചവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇത് യുവാക്കളുടെ പരിപാടിയാണ്, യുവാക്കൾ വിചാരിച്ചാൽ ഈ തൃശ്ശൂരല്ല, കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകത്തിൽ തന്നെ വളരെയധികം മാറ്റങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഉപദേശിക്കുകയും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പിന്തുണയും തരികയുണ്ടായി. അങ്ങനെയാണ് ഞങ്ങൾ ലൂംസ് ക്രിക്കറ്റ് അക്കാഡമി 2011 മെയ് 2 ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. 2005 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ 2011 വളരെ വെൽ രീതിയിൽ തുടങ്ങി. കേരളത്തിലെ ആദ്യത്തെ തന്നെ ഫ്ലഡ് ലൈറ്റ് ക്രിക്കറ്റ് അക്കാഡമിയാണ്. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുമിച്ച് ക്രിക്കറ്റ് കോച്ചിങ് നൽകുന്ന അക്കാഡമിയാണ്. അതിൽ നിന്ന് നിരവധി സ്റ്റേറ്റ് പ്ലേയേഴ്സും ഡിസ്ട്രിക്ട് പ്ലേയേഴ്സും KCA സോൺ പ്ലേയേഴ്സും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ലക്ഷ്യം ഒരു ഇന്ത്യൻ പ്ലെയറെയാണ്, ഒന്നുമില്ല ഒന്നിൽ കൂടുതൽ. പിന്നെ ഇവിടെ മാക്സ് ക്രിക്കറ്റ് ക്ലബിന്റെ കേരള പ്രീമിയർ ലീഗ്, മാക്സ് ക്രിക്കറ്റ് ലീഗ് ഞാൻ വെബ്സൈറ്റിലാണ് ആദ്യം കണ്ടത്. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ കോൺടാക്ട് ചെയ്തു ഇവരെ കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ ജെന്യൂൻ ആണോ അതോ വെറുതെ ചുമ്മാ നടത്തുന്നതാണോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അന്ന് ഇവരെ കോൺടാക്ട് ചെയ്തപ്പോൾ മനസ്സിലായി വളരെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന്. അത് പ്രത്യേകിച്ച് ഈ മലപ്പുറം പാലക്കാട് ബോർഡറിൽ കിടക്കുന്ന ഈ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ആണ് എന്നറിയപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. ഞങ്ങൾക്ക് ടൗണിലും സിറ്റിയിലേക്കുള്ളവരാണ്, അവിടെ മാത്രമാണ് ഈ ക്രിക്കറ്റ് ഉള്ളൂ, അവിടെ മാത്രമുള്ളവർക്ക് ഈ ക്രിക്കറ്റ് സാധിക്കൂ എന്നുള്ള ചിന്താഗതിയുള്ള ആൾക്കാരാണ് പ്രത്യേകിച്ചും കേരളത്തിൽ. ഞങ്ങൾക്ക് അങ്ങനെയില്ല. എന്നാലും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായി ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഇത്രയും ചെറുപ്പക്കാർ ഇത്രയും വളരെ ആത്മാർത്ഥതയോടുകൂടിയും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും വളരെ കറക്റ്റായിട്ടും വളരെ കൃത്യതയോടും കൂടി ഇങ്ങനൊരു IPL മോഡലിൽ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കറിയാം, ഒരു ക്രിക്കറ്റ് കളി തന്നെ സംഘടിപ്പിക്കുക ചെറിയൊരു കാര്യം തന്നെ. ഈ സ്റ്റേജ് പ്രോഗ്രാം, ഒരു ചെറിയൊരു സ്റ്റേജ് പ്രോഗ്രാം തന്നെ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനേക്കാളുപരി 100-ൽ കൂടുതൽ പേർ പങ്കെടുക്കുന്ന ഒരു ക്രിക്കറ്റ് കളി സംഘടിപ്പിക്കുക, അത് നല്ല രീതിയിൽ നടത്തുക, നല്ല രീതിയിൽ അതിൻ്റെതായ കാര്യങ്ങൾ, ഓപ്ഷൻ, ഇവിടെ ഐറ്റം പ്ലേയേഴ്സിന്റെ ഓപ്ഷൻ നടന്നു, ഇവിടെ അതിന്റെ ടീമിന്റെ ഓപ്ഷൻ നടന്നു. ഞാനതൊക്കെ കണ്ടത് വെബ്സൈറ്റിലാണ്, ഇവരുടെ ഫേസ്ബുക്കിന്റെ അക്കൗണ്ടിലാണ് ഞാൻ കണ്ടത്. എനിക്ക് വളരെയധികം താല്പര്യം തോന്നി. ഇങ്ങനൊരു കാര്യം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പോലും സാധിച്ചിട്ടില്ല. അതാണ് ഈ ചെറുപ്പക്കാർ ഇവിടെ നടത്തിയത്. അതിന് പ്രത്യേകം നിങ്ങളുടെ ഈ കൈയടി പോരാ, നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും വളരെ ശക്തമായിട്ട് ഇവരെ പിന്നിലുണ്ടാവണം. ഞാൻ അതുകൊണ്ടാണ് വളരെ തിരക്കുണ്ടായിട്ടും, ഞാൻ തിരക്കെന്ന് പറയുന്നത് വലിയ ആളായിട്ട് ജാടയ്ക്ക് പറയല്ല, ഇന്ന് അവിടെ ഞങ്ങളുടെ ശനി ഞായറാണ് ഞങ്ങളുടെ ക്യാമ്പിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ വരുന്ന സമയം. അപ്പൊ നാളെ കാലത്തും ക്യാമ്പുണ്ട്, വൈകുന്നേരം ക്യാമ്പുണ്ട്. ആ ക്യാമ്പിന്റെ ഇടയിൽ നിന്ന് ഇവരുടെ ഒരു പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി ഞാൻ വന്നു കഴിഞ്ഞാൽ ഇവർക്കൊരു എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ സഹായം ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഞാൻ വന്നത്. ഇവിടെ ഏപ്രിലാണ് ക്രിക്കറ്റ് ലീഗ് തുടങ്ങുന്നതെന്ന് ഞാൻ അറിഞ്ഞു. അപ്പൊ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ശ്രീശാന്തിനെയോ അല്ലെങ്കിൽ അനന്തേട്ടനെയോ കൊണ്ടുവരാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം പ്രാവർത്തികമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയുകയാണ്, ഇന്റർനാഷണൽ ലെവലിലുള്ള പ്ലേയേഴ്സ് അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ കളിച്ചിട്ടുള്ള പ്ലേയേഴ്സ്, രഞ്ജി പ്ലേയേഴ്സ് എന്തായാലും ഇവിടെ എത്തിയിരിക്കും. ഇവർക്ക് അതിൻ്റെതായ പിന്തുണ ലൂംസ് ക്രിക്കറ്റ് അക്കാഡമിയുടെ പേരിലും ബാക്കി എല്ലാ ക്രിക്കറ്റ് പ്ലേയേഴ്സും, തൃശ്ശൂരിലത്തെ എല്ലാ ക്രിക്കറ്റ് പ്ലേയേഴ്സിന്റെ പേരിലും എന്നോട് ചേർന്നിട്ടുള്ള എന്റെ സൗഹൃദത്തിലുള്ള എല്ലാ ക്രിക്കറ്റ് ആരാധകരുടെയും ക്രിക്കറ്റിൽ നിൽക്കുന്ന ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരുടെ പേരിലും ഇവർക്ക് സഹായം ഉണ്ടാകും. പിന്നെ നിങ്ങളുടെ നാട്ടുകാരാണ് ഇവരുടെ പ്രവർത്തനത്തെ വിജയിപ്പിക്കുന്നത്. ഞങ്ങൾ പുറത്തുനിന്ന് വരുന്നവരല്ല. നിങ്ങൾ ഇവർക്ക് വേണ്ടി നിന്നു കഴിഞ്ഞാൽ ഇവർ ഈ വില്ലേജിൽ, ആലിങ്കൽ എന്ന് പറയുന്ന ഒരു വില്ലേജിൽ മാത്രമല്ല, മലപ്പുറത്തും പാലക്കാടും അതിനുപരി കേരളത്തിലും ഇന്ത്യയിലും അറിയപ്പെടുന്ന ഒരു ക്ലബായി മാറും, ഒരു വൻ സംരംഭമായി മാറും. അതിനുവേണ്ടി ഞാൻ എന്റെ എല്ലാ ഇതുകളും ആശംസിക്കുന്നു. പിന്നെ എന്നെ ഇവിടെ വിളിച്ചതിനും എനിക്കിതേപോലൊരു വേദി തന്നെ, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയധികം കാണികളുടെ മുന്നിലൊക്കെ സംസാരിക്കുന്നത് പറയുന്നത്. പ്രസംഗം വലിയൊരു കലയാണ്. സംസാരിക്കാൻ എനിക്ക് അവസരം തന്നതിനും ലൂംസ് ക്രിക്കറ്റ് അക്കാഡമിയെ ചേർന്നിട്ട് ഞങ്ങൾ ഈ ഏപ്രിലിൽ ഒരു ക്രിക്കറ്റ്
കോച്ചിങ് ക്യാമ്പ് ഞങ്ങളുടെ കോച്ചസിനെ വിട്ടു വന്നിട്ട് ഇവിടെ ഒരു ക്രിക്കറ്റ് കോച്ചിങ് ക്യാമ്പ് നടത്താനുള്ള ഒരു പരിപാടിയുണ്ട്. അതിന് ഞങ്ങളെ സമീപിച്ചതിനും എന്നെ ഇവിടേക്ക് വരാൻ വേണ്ടി ക്ഷണിച്ചതിനും ഇതിന്റെ കമ്മിറ്റിയോടും പ്രത്യേകിച്ച് ഷോയിബിനോടും ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. ക്രിക്കറ്റ് അക്കാദമിയുടെ ടൂർണമെന്റിൽ നിന്ന് ഉപഹാര സമർപ്പണം പാലക്കാട് ജില്ലാക്കാരും മാക്സ് മെമ്പറുമായിട്ടുള്ള ശ്രീധരൻ സമർപ്പിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സർ. ഈ പൊതുയോഗത്തിന് നേരത്തെ തന്നെ എത്തിച്ചേർന്നുകൊണ്ട് മാക്സിമമായി വളരെ സഹകരിച്ച തിരക്കുകൾക്കിടയിൽ സഹകരിച്ച ആദരണീയായ ശ്രീ ടി അനിൽകുമാർ സാറിനും അതുപോലെ തന്നെ MLA സാർ, മറ്റൊരു വേദിയിലുള്ള എല്ലാ ആളുകൾക്കും മാക്സ് ക്ലബിന്റെ 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ പൊതുയോഗം ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു.